2016 രാജ്യത്ത് നടന്ന പ്രധാനപ്പെട്ട 2 സംഗതികളാണുള്ളത്. ഒന്ന് ഡിമോണിറ്റൈസേഷൻ, പിന്നെ ഒന്ന് UPIൻ്റെ വരവ്. We have decided that the 500 rupee and 1000 rupee currency notes presently in use will no longer be legal tender from midnight to night. വന്നതോടുകൂടി കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായി. നമുക്ക് അത്രയും വലിയ എമൗണ്ട് പോലും ക്യാരി ചെയ്യേണ്ട, ഒരു ദിവസം 1,00,000 വരെ നമുക്ക് പേഴ്സൺ ടു പേഴ്സൺ സെൻഡ് ചെയ്യാൻ, അതേമാതിരി മെർച്ചൻറ്റ് പേയ്മെൻറ്റ് 2,00,000 വരെ സെൻഡ് ചെയ്യാൻ പറ്റും. കാര്യങ്ങളെല്ലാം എളുപ്പമായി, സമയലാഭം ഉണ്ടായി. പക്ഷേ അതുകൊണ്ട് ഈ രാജ്യത്തിന് പ്രത്യേകിച്ച് വലിയൊരു ഗ്രോത്ത് ഉണ്ടായോ, ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടായോ എന്ന്, അതേമാതിരി സാധാരണ ജനങ്ങൾക്കും ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടായോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. 2016 മുതൽ ഇങ്ങോട്ട് UPIൻ്റെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്താന്ന് പറയാം. ഇന്നിപ്പോൾ അത് ഡെയിലി $600 മില്യൺ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ഇന്ത്യൻ റുപ്പി പറയുകയാണെങ്കിൽ 60 കോടി രൂപ. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ എന്തായാലും രാജ്യത്തിൻ്റെ വളർച്ചേനെ സ്വാധീനിക്കണമല്ലോ. അങ്ങനെ സ്വാധീനിച്ചോ എന്നുള്ളത് നമുക്ക് GDP വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇത് UPI വാല്യൂവിൻ്റെ ഒരു ഗ്രാഫാണ്. ആ UPI വാല്യൂവിൻ്റെ ഗ്രാഫ് നമുക്ക് ഇങ്ങനെ കയറി പോണത് കാണാം. എന്നാൽ GDP ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, വലിയൊരു ചേഞ്ചില്ല. ക്യാഷ് ട്രാൻസാക്ഷൻ അറിയാമല്ലോ, നമ്മളെ ക്യാഷ് വെച്ചിട്ടുള്ള ട്രാൻസാക്ഷനും കാര്യങ്ങളും ആണെങ്കിൽ അതിൽ വലിയ മാറ്റമില്ല, അതൊരു സൈഡിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ GDP ഒരു സ്ഥലത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. നേരെ മറിച്ച് UPI എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ എക്സ്പോണൻഷ്യലി നല്ലൊരു ഗ്രോത്ത് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ UPIൻ്റെ ട്രാൻസാക്ഷൻ മാത്രമല്ല, ക്യാഷ് ട്രാൻസാക്ഷനും കറക്റ്റായിട്ട് നടക്കുമ്പോഴാണ് ആ GDPയിൽ ശരിക്കും ഒരു ഇമ്പാക്റ്റ് കാണാൻ പറ്റുള്ളൂ. ഇവിടെ ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻ കാര്യമായിട്ട് നടക്കാത്തതുകൊണ്ടായിരിക്കാം GDP കയറാത്തത്. എന്തിനാണ് നമ്മൾ കൂടുതൽ UPI യൂസ് ചെയ്യണത്? ഇപ്പോൾ വീട്ടിൽ കറണ്ട് ബില്ല് അടക്കാൻ, വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ, പിന്നെ വാട്ടർ ബില്ലുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ റെൻറ്റ് പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ കൊമേഴ്സ് ആയിട്ടുള്ള ആമസോൺ, മിന്ത്ര, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള ഇതിലെല്ലാം നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്താലോ നമ്മൾ ബിൽ പേയ്മെൻറ്റ് ചെയ്താലോ ഒക്കെ അതൊരു GDP കോൺട്രിബ്യൂഷനാണ്. നമ്മൾ ഓരോ വ്യക്തിയും ഓരോ പൗരനും ഒരു വലിയൊരു GDP കോൺട്രിബ്യൂട്ടറാന്ന് പറയാം. ഇത് ഒരു ചെറിയ നമ്മുടെ ഒരു സാധാരണ കട മുതൽ വലിയ ജയൻസിൻ്റെ ഇതിൽ വരെ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യണ ഈ ഒരു UPI വെച്ചിട്ടാണ്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഈ സാധാരണ കടക്കാർക്ക് അതിൻ്റെ നേട്ടം ഉണ്ടായോ ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ നോർമൽ കേസിൽ ഒരു ചായക്കടയിൽ പോവും. ചായക്കടയിൽ പോയിട്ട് ഒരു ചായേൻ്റെ കൂടെ ഒരു പലഹാരം, ഇപ്പോൾ അത് പറയുകയാണെങ്കിൽ ഒരു സമൂസ കഴിക്കുമ്പോൾ നമ്മൾ ഒരു സമൂസ കഴിച്ചു, ഒന്നിൽ കൂടുതൽ സമൂസ കഴിച്ചോ എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ GDP വെച്ചിട്ട്, GDP ഫിഗർ 2 കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ അതല്ല, GDP ഫിഗർ വെച്ചിട്ട് 2ാമതോ അല്ലെങ്കിൽ 3ാമതോ കഴിക്കാനുള്ള സാധ്യത കുറഞ്ഞു എന്നാണ് അർത്ഥം. അവിടെ നിൽക്കുകയാണ് വെച്ചാൽ ഒരു സമൂസ കഴിക്കണ ആൾ ആ ഒരു സമൂസ തന്നെ കഴിക്കണുള്ളൂ. വീട്ടിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്മളെ ചിലവുകളും കാര്യങ്ങളിലൊന്നും വലിയ മാറ്റമില്ല എന്നാണ് പറയണത്. നേരെ മറിച്ച് അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ചെറിയ കടക്കാർക്ക് വലിയ ലാഭം ഉണ്ടായിട്ടില്ല. എന്നാൽ വലിയ കമ്പനികൾ ലൈക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള കൊമേഴ്സ് കമ്പനികൾക്ക് വലിയ നേട്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് പ്രോഫിറ്റ് അവരുടെ കൂടി. ഈ UPI വന്നതിന് ശേഷം ട്രാൻസാക്ഷനും കാര്യങ്ങളും കുറച്ചും കൂടി എളുപ്പമായി, ഈ ഒരു ആപ്പ് ബേസ് ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് നമ്മുടെ സാധാരണ ഈ ചെറിയ കടകളുടെ പ്രോഫിറ്റ് കൂടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരെ കേസിൽ പല ഉത്തരങ്ങളും കിട്ടും. അപ്പോൾ ഒരു സാധാരണ കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പഴയ ആ ഒരു ഇതില്ല എന്ന് പറയാൻ കാരണം ഈ കൊമേഴ്സ് കമ്പനികൾക്ക് കൂടുതൽ, അല്ലെങ്കിൽ വലിയ ജയൻസിന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് UPI കാരണം. പക്ഷേ ഇവർക്ക് ആ UPI കാരണം, ഇതിൻ്റെ ഈസിനെസ് കാരണം അത്രയും പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല. ഈ UPIൻ്റെ ശരിക്കുള്ള ഗുണഭോക്താക്കൾ, അത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയവർ ഈ വലിയ ജയൻസ് തന്നെയാവും. കാരണം ഈ സമയത്ത് ആമസോണിൻ്റെ ആയിക്കോട്ടെ, ഫ്ലിപ്കാർട്ടിൻ്റെ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കമ്പനികളിലെല്ലാം പ്രോഫിറ്റ് കൂടി. ആദ്യം പറഞ്ഞ മാതിരി UPI വന്നതോടുകൂടി കാര്യങ്ങൾ എളുപ്പമായി, ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ അത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ എളുപ്പമായി. ഏതൊക്കെ ചിലവുകൾ വരുന്നത്, എവിടെയാണ് കൂടുതൽ ചിലവ് വരുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റി.
അതേമാതിരി ഗവൺമെൻറ്റിനും ട്രാക്ക് ചെയ്യാൻ പറ്റി. ഇതിൻ്റെ ഒരു പ്രശ്നമല്ല, എൻ്റെ ഒരു ഡൗട്ടാണ്. കാരണം നമ്മളിപ്പോൾ പേഴ്സൺ ടു പേഴ്സൺ 1 lakh, പേഴ്സൺ ടു മെർച്ചൻ്റ് 2 lakh, അതിപ്പോൾ RBIൻ്റെ ഇതനുസരിച്ചിട്ട് ഇനി അതിൻ്റെ ലിമിറ്റ് കൂട്ടാൻ പോവുക. പക്ഷെ ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ച മാതിരി ക്യാഷിൻ്റെ സ്ഥലത്ത് ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് കളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾക്കാർ ആ ക്യാഷ് ട്രാൻസ്ഫർ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം. ഇപ്പോൾ ഒരു വെൻഡർക്ക് അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ നമ്മളിപ്പോൾ വലിയൊരു ബിസിനസ്സിൽ 2 ലക്ഷം നല്ല ബിസിനസ് നടക്കുക, ഒരു പേഴ്സൺ ടു പേഴ്സൺ ടു മെർച്ചൻ്റൊക്കെ, അതൊരു വലിയ എമൗണ്ടാണ്. ചിലപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെയോ 15 ലക്ഷമോ ചിലപ്പോൾ കോടികളുടെ ബിസിനസ് നടക്കും. അവിടെയല്ലേ ശരിക്കും ഈ ട്രാക്കിങ് വേണ്ടത്, എന്നാലല്ലേ ഗവൺമെൻറ്റിന് കൂടുതൽ ഗുണമാവുക. ശരിക്കും അവിടെയും കൂടിയും നല്ലൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അത് ലിമിറ്റ് കുറച്ചും കൂടി കൂട്ടി, കാരണം അവിടെയാണ് വലിയൊരു പേയ്മെൻറ്റ് നടക്കണോടത്താണ് ബ്ലാക്ക് മണി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ വരുന്നത്, ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം വരുന്നതൊക്കെ ആ വലിയ എമൗണ്ടിൻ്റെ ആ ഒരു ഏരിയയിലാണ്. അപ്പോൾ അവിടെയാണ് കൂടുതൽ ഗവൺമെൻറ് ഇനി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇത് UPIൻ്റെ ഇതുകൊണ്ട് സാധാരണ മെർച്ചൻസിന്, സാധാരണ നമ്മുടെ കച്ചവടക്കാർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവുകയുണ്ട്. നേരെ മറിച്ച് ഇവിടെ സ്റ്റോറി മാറി. സോ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കണം. അതുമാത്രമല്ല, ഈ ക്യാഷ് ട്രാൻസ്ഫർ നടക്കുന്ന സ്ഥലങ്ങൾ, വലിയ പേയ്മെൻറ്റ് നടക്കുന്ന സ്ഥലങ്ങളിൽ ട്രാക്കിങ് വേണ്ടേ? അവിടെ കറക്റ്റായിട്ട് എന്നാലല്ലേ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. എക്സാമ്പിളായിട്ട് ടാക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, ബ്ലാക്ക് മണിയൊക്കെ കൺട്രോൾ ചെയ്യാൻ ആ ഒരു വലിയ പേയ്മെൻറ്റ് നടക്കണോടത്ത് മാത്രമേ നടക്കുള്ളൂ. അല്ലാതെ ഈ ചെറിയ 10 രൂപ 20 രൂപ സെൻഡ് ചെയ്യണോടത്ത് ആ ഒരു പ്രോബ്ലം വരില്ലല്ലോ. ആഫ്റ്റർ ഡിമോണിറ്റൈസേഷൻ പിന്നെ ഇൻ്റർനെറ്റ് ചീപ്പായത്, പിന്നെ പോസ്റ്റ് കോവിഡ് പീരീഡ്, ഇതെല്ലാം UPIനെ അങ്ങ് വളർത്തി. അതിനനുസരിച്ച് എക്കോണമി വളർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇതനുസരിച്ചിട്ട് സംശയമാണ്, വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് കാര്യങ്ങൾ ഈസിയായി എന്നുള്ള ഒരു വലിയൊരു ഗുണം അവിടെ ഉണ്ടായി എന്ന് മാത്രം.